നമസ്കാരം, എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ ശ്വേത, ഞാനൊരു ആയുർവേദിക് ഡോക്ടറാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടിരിക്കുന്ന ഒരു ജ്യൂസിനെ പറ്റിയിട്ടാണ്, ABC ജ്യൂസ്. ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പലർക്കും അറിയാമെങ്കിലും ഇതിന്റെ ദോഷവശത്തിനെ പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ല. സോ ABC ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഡേറ്റ്സും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ABCD ജ്യൂസ് എന്നും ഇതിനെ അറിയപ്പെടാം. ഇത് നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും എന്തിനേറെ പറയുന്നത് നമുക്ക് റെസ്റ്റോറന്റിൽ പോലും ഇപ്പൊ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരാള് പരീക്ഷിച്ചു അത് നല്ലതാണ് എന്നറിഞ്ഞ ഉടനെ എല്ലാവരും കൂടെ അതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബോഡി ടൈപ്പിന് പറ്റുന്നത് പോലെ ആവില്ല അവരുടെ ആഹാര രീതിയും അല്ലെങ്കിൽ ജീവിതശൈലിയും ഒക്കെ. അപ്പം പല അസുഖങ്ങളും അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ABC ജ്യൂസ് എടുത്തിട്ട് എന്തൊക്കെ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു വെജിറ്റബിളിനെയും ഫ്രൂട്ടിനെയും മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അത് വിരുദ്ധാഹാരത്തിൽ വരുന്നതാണ്, കാരണം ഇത് രണ്ടും രണ്ട് കാറ്റഗറിയിലുള്ളതാണ്. അതേപോലെ തന്നെ രസങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ്, ഷഡ്രസങ്ങളാണുള്ളത്. ഇവയിൽ നമ്മൾ വിപരീതമായിട്ടുള്ള രസങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സ്റ്റമക്ക് അപ്സെറ്റും അതുപോലെ തന്നെ സ്കിൻ ഡിസീസസും ഒക്കെ വരാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ജ്യൂസ് അത്ര അഡ്വൈസബിൾ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും വയറ്റിൽ നന്നായിട്ട് പോകും ഡോക്ടറെ, അങ്ങ് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നുള്ളത്. ഇത് നിങ്ങൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ പെപ്സിയോ മിറാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുമ്പോഴേക്കും ഗ്യാസ് പോകുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വിരോധാഭാസമാണ്. ആക്ച്വലി ABC ജ്യൂസ് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ലൈനിങ്ങിൽ അവിടെ ഒരു ചെറിയ ഇറിറ്റേഷൻ കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ഈ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഏർജ് വരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഡിറ്റോക്സിഫിക്കേഷൻ ഒന്നും അല്ല. ചില ആൾക്കാരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അവർക്ക് ഡയറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പാലൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും ഈ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഉള്ള ഒരു ടെൻഡൻസി വരും. അത് ഒരിക്കലും ഡീടോക്സിഫിക്കേഷൻ അല്ല, കാരണം അവർക്ക് മൃദു കോഷ്ടമായതുകൊണ്ടാണ്. അവരുടെ ഗട്ടിനെ റിലേറ്റ് ചെയ്തിരിക്കും ഈ പറയുന്ന പോലെ അവർക്ക് വയറ്റിൽ നിന്ന് പോകുമോ അതോ ഇല്ലയോ എന്നുള്ളത്. ഇനി അടുത്തത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പേഷ്യൻസിലാണ്. അതായത് കിഡ്നി സ്റ്റോൺ, ഡയബറ്റിസ് എന്നീ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ABC ജ്യൂസ് എടുക്കാനേ പാടില്ല. കാരണം ഈ ABC ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഈ പേഷ്യൻസിന് ഒരു ഷുഗർ ഹൈപ്പ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇവര് വെറും വയറ്റിലാണല്ലോ കഴിക്കുന്നത്, അത് അബ്സോർപ്ഷൻ കൂട്ടാനും വഴി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. അടുത്തത്, നിങ്ങൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന്റെ സത്ത് മൊത്തം നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഗുണം മൊത്തം നമുക്ക് കിട്ടുകയാണെന്ന് തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അതിന്റെ ഫൈബർ കണ്ടന്റ് മൊത്തം പോയിട്ട് നമുക്ക് അതിന്റെ ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ കുറച്ച് മാത്രം ന്യൂട്രിയൻസ് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ജ്യൂസ് ഫോമിലുള്ളത്. നിങ്ങളൊരു ഹോൾ ഫ്രൂട്ടോ വെജിറ്റബിളോ കഴിക്കുന്നത് പോലെ അല്ല നിങ്ങളൊരു ജ്യൂസ് കുടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വയറ് നിറയും. അതേപോലെ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ 2-3 ആപ്പിൾ അവിടെ നമ്മൾ ജ്യൂസ് അടിക്കേണ്ടി വരും. അതുവഴി കാലറി കൂടാനും ചാൻസ് ഉണ്ട്, ഷുഗർ കണ്ടന്റും കൂടുതലാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറ, ജ്യൂസ് ആണോ അതോ ഹോൾ ആയിട്ട് കഴിക്കുന്നതാണോ നല്ലത്? നമ്മൾ ഒരു ഡ്രിങ്കും ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല. പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴികെ നമുക്ക് വേറെ ഒന്നും ഡെയിലി കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒന്നിനും 100% അത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. എന്ത് ഡ്രിങ്ക് എടുത്ത് നോക്കിയാലും അതിനൊരു നല്ല വശവും കാണും, അതിനൊരു മോശം വശവും കാണും. അതുകൊണ്ട് തന്നെയും ഓൾട്ടർനേറ്റ് എടുക്കുന്നതായിരിക്കും ഉചിതം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 എടുക്കുന്നതായിരിക്കും ഉചിതം. ഇതിന്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ ദൂഷ്യവശങ്ങളോ ഒന്നും തന്നെയും ക്ലിനിക്കലി പ്രൂവ്ഡ് അല്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എന്തിനേയും നമ്മൾ ഒരു കൈകലം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് എടുക്കുന്നത് നല്ലതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം നമ്മൾ എന്തും കൺസ്യൂം ചെയ്യാൻ. അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് എനിക്ക് ഡെയിലി കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തൊരു സാധനവും പുതിയതായിട്ട് നിങ്ങൾ ഡയറ്റിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ കൊളീഗ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങളാണ്. സ്ത്രീകൾക്കുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AMH അല്ലെങ്കിൽ എക്വാളിറ്റി ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരേ സാധനം അല്ലെങ്കിൽ ഒരേ ഡ്രിങ്ക് ഡെയിലി കൺസ്യൂം ചെയ്യാതിരിക്കുക. കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് വളരെ കൂടുതൽ
കൂടുതലായിരിക്കും. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഇപ്പൊ നിങ്ങൾ ആപ്പിൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ക്യാരറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ബീട്രൂട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ട്രെൻഡിന് പുറകെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർമാരുടെ പുറകെ വരേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ഓരോന്ന് എടുക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് വഴി എന്നെ അറിയിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.